കൂടിക്കാഴ്ചയും കുടമാറ്റവുമായി തൂതപ്പൂരത്തെ വരവേൽക്കാനൊരുങ്ങി പുഴയോര ഗ്രാമങ്ങൾ. വള്ളുവനാടൻ ഉത്സവങ്ങൾക്ക് സമാപനം കുറിച്ച് തൂത ഭഗവതി ക്ഷേത്രത്തിലെ കാളവേല തിങ്കളാഴ്ചയും പൂരം ചൊവ്വാഴ്ചയും ആഘോഷിക്കും. A-B വിഭാഗങ്ങളിൽ 15 വീതം ആനകൾ ഉത്സവത്തിന് അണിനിരക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. ഇത്തവണ ഇരുവിഭാഗങ്ങളും അലങ്കാര പന്തൽ ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിലെ പ്രമുഖ ആനകളും വാദ്യകലാകാരന്മാരും ഉത്സവത്തിനെത്തും. ഇതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പറഞ്ഞു. തിങ്കളാഴ്ച കാളവേല നിങ്ങൾക്കറിയാം, 50 ജോഡിയിലധികം വരുന്ന ഇണക്കാളുകൾ കാളക്കുന്നത്തും ക്ഷേത്രപ്പറമ്പിലുമായി അണിനിരന്നുകൊണ്ടാണ് കാളവേല നടക്കുന്നത്. കാളവേലയ്ക്ക് വിവിധ വാദ്യഘോഷങ്ങളും ഒക്കെ തന്നെ വിവിധ പ്രാദേശിക കമ്മിറ്റിയുടെ നേതൃത്വത്തിലും അതിനോടൊപ്പം തന്നെ ചോറ്റാനിക്കര വിജയൻ മാരാരുടെ നേതൃത്വത്തിലുള്ള മികച്ചൊരു പഞ്ചവാദ്യ സംഘത്തെ നിയോഗിച്ചുകൊണ്ടാണ് ആഘോഷ കമ്മിറ്റിയുടെ തയ്യാറെടുപ്പ് നടത്തിയത്. കാളവേല നല്ല രീതിയിൽ നടത്തുന്നതിനുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ ആയിട്ടുണ്ട്. നമുക്കറിയാം, പ്രസിദ്ധമായ പൂരം 12-ാം തീയതിയാണ്. 12-ാം തീയതി കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി പൂരപ്രേമികളും ആനപ്രേമികളും വാദ്യപ്രേമികളും എല്ലാം ഒത്തൊരുമിക്കുന്ന ഒരു പൂരമായി തൂതപ്പൂരം മാറും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ എല്ലാ തലയെടുപ്പുള്ള നിലവിൽ എഴുന്നള്ളിക്കാൻ അനുമതിയുള്ള എല്ലാ തലയെടുപ്പുള്ള ആനകളും ക്ഷേത്രപ്പറമ്പിൽ എത്തുന്നുണ്ട്. ഇത്തവണയും സ്ത്രീകൾക്ക് സുരക്ഷിതമായി പൂരം കാണുന്നതിന് സ്ത്രീ സൗഹൃദ പവലിയൻ, കുടിവെള്ള വിതരണം എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. ഗജവീരൻ പാറന്നൂർ നന്ദൻ ഭഗവതിയുടെ തിടമ്പേറ്റും. പൂരം ദിവസം ഉച്ചയ്ക്ക് 2-ന് ചൊവ്വന്നൂർ സുനിലിന്റെ നേതൃത്വത്തിൽ തായമ്പക നടക്കും. തുടർന്ന് പൂരം പുറപ്പാടും പഞ്ചവാദ്യവും ഉണ്ടാകും. 6 മണിക്ക് നടക്കുന്ന പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന നാഗത്തറ മേളത്തിൽ 100ഓളം കലാകാരന്മാർ അണിനിരക്കും. ഇനി പെരുവനം കുട്ടന്മാരാരുടെ പ്രമാണത്തിലാണ് പൂരം ദിവസം നാഗത്തറ മേളം നടക്കുന്നത്. അതിൽ തന്നെ കഴിഞ്ഞ വർഷത്തെ തിരുവമ്പാടന മേളപ്രമാണിയായിരുന്ന ചേരാനെല്ലൂർ ശങ്കരൻകുട്ടിമാര്, വനമണ്ണ ശശി, ചൊവ്വല്ലൂർ മോഹനൻ, നായർ മോഹനൻ, ചൊവ്വല്ലൂർ വാരർ മോഹനൻ, അതുപോലെ തന്നെ ചൊവ്വല്ലൂർ സുനിൽ, കല്ലൂർ ഉണ്ണികൃഷ്ണൻ, ചെറുപ്പളശ്ശേരി രാജേഷ്, ചെറുപ്പളശ്ശേരി ജയവിജയന്മാർ പോലുള്ള വലിയ മേളപ്രമാണിമാർ അതിൽ അണിനിരക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുഴൽ പ്രമാണത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് തൃശ്ശൂർ പൂരത്തിന് 2 വിഭാഗത്തിലും അണിനിരക്കുന്ന പ്രമാണിമാരാണ് തൂതപ്പൂരത്തിന് അണിനിരക്കുന്നത്. കുഴൽ പ്രമാണിയായിട്ട് വെളപ്പായ നന്ദനൻ, പാറമക്കാവിന്റെ എലിഞ്ഞിത്തറ മേളത്തിന്റെ കുഴൽ പ്രമാണിയാണ്. കൊമ്പത്ത് അനിൽ, അദ്ദേഹം തിരുവമ്പാടന മേളപ്രമാണിയാണ്. അദ്ദേഹവും ഈ നമ്മുടെ മേളത്തിൽ അണിനിരക്കുന്നുണ്ട്. അതോടൊപ്പം വള്ളുവനാട്ടിലെ കുഴലിലെ പ്രഗത്ഭനായിട്ടുള്ള പനമണ്ണ മനോഹരനും ഈ കുഴലിൽ അണിനിരക്കും. അങ്ങനെ ഇന്ന് കേരളത്തിലെ വാദ്യലോകത്തെ എല്ലാ പ്രമാണിമാരും അണിനിരക്കുന്ന വലിയൊരു മേളമാണ് നാഗത്തറ മേളം. നാഗത്തറ മേളം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. എങ്ങനെയാണ് ഈ മേളം ഇങ്ങനെ സംഘടിപ്പിക്കുന്നത്? അതൊരു കൂട്ടായ്മയുടെ വിജയമാണ് സത്യം പറഞ്ഞാൽ നാഗത്തറ മേളം. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ പ്രാദേശിക കമ്മിറ്റികളെ ഇതിലേക്ക് യോജിപ്പിച്ചുകൊണ്ട് 15 ചെണ്ടയിൽ ഫ്രണ്ടയിൽ നിർത്തി ഏറ്റവും 150-ൽ പരം വാദ്യകലാകാരന്മാർ അണിനിരക്കുന്ന ഒരു മേളം ഇങ്ങനെ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതെല്ലാ തൂതയിലെ ജനങ്ങളുടെ മനസ്സറിഞ്ഞിട്ടുള്ള ഒരു കൂട്ടായ്മ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു മേളം നടത്താൻ കഴിയുന്നത്. അതിൽ പതിവിൽ വ്യത്യാസമായി ഈ വർഷം പുരാഘോഷ കമ്മിറ്റി ഒന്നുകൂടി ആ മേളത്തിലേക്ക് ഒരു പ്രത്യേക ശ്രദ്ധ കൊടുത്തുകൊണ്ട് ചില സമയങ്ങളിലൊക്കെ വീക്കെൻഡിലും താളത്തിലൊക്കെ കുറവ് സംഭവിക്കാറുണ്ട്. അതെല്ലാം തീർക്കുന്ന രീതിയിൽ പൂര കമ്മിറ്റി തന്നെ ഏകദേശം ഒരു 10-35ഓളം ആളുകളെ നേരിട്ട് ഏൽപ്പിക്കുകയും ബാക്കി പ്രാദേശിക കമ്മിറ്റിയുടെ ആളുകൾ കൂടി ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു മേളാണ് നടക്കുന്നത്. അതുപോലെ തന്നെ പഞ്ചവാദ്യം 2 ദിവസങ്ങളിലായിട്ടാണ് തൂതയിൽ പഞ്ചവാദ്യം നടക്കുക. ആദ്യം കാളവേല ദിവസം പഞ്ചവാദ്യത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. അന്ന് ബഹുമാനായ പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ ചോറ്റാനിക്കര വിജയന്മാരാരുടെ ടീമിലെ നേതൃത്വത്തിലാണ് ആ പഞ്ചവാദ്യം നടക്കുക. അതുപോലെ തന്നെ കൃഷ്ണവാര്യരാണ് അതിൽ മദ്ദളത്തിൽ പങ്കെടുക്കുന്നത്. അതുപോലെ ഈ പൂരം ദിവസം ലാപ്പറ്റ രമേശന്റെ പ്രമാണത്തിലുള്ള പഞ്ചവാദ്യം നടക്കും. ഇങ്ങനെ വാദ്യത്തിലെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഒരു വാദ്യം നമ്മുടെ തൂതയിൽ ഉണ്ടാവും. അതിലേക്ക് എല്ലാവരെയും വാദ്യ സ്നേഹികളെ എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. അതോടൊപ്പം തന്നെ ആനയുടെ കാര്യം പറയുകയാണെങ്കിൽ പാറന്നൂർ നന്ദനാണ് ഈ വർഷം പൂരത്തിന് ഭഗവതിയുടെ തിലമ്പേറ്റുന്നത്. A-B വിഭാഗങ്ങളിലായിട്ട് കേരളത്തിൽ ഇന്ന് എണ്ണം പറഞ്ഞ നീരിലല്ലാത്ത നമുക്ക് ഫിറ്റ്നസോടെ ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ ആനകളും തൂതപ്പൂരത്തിന് പങ്കെടുക്കുന്നുണ്ട്. ഈ ആനയുടെ കാര്യത്തിൽ വിപുലമായ സജ്ജീകരണങ്ങളാണ് പുരാഘോഷ കമ്മിറ്റി ഒരുക്കിയിരിക്കുന്നത്. എലിഫന്റ് സ്ക്വാഡ് ഉണ്ടാവും. അതുപോലെ തന്നെ വെറ്റിനറി ഡോക്ടർ,
മുതലായി ഈ ആനകളുടെ എന്ത് പ്രശ്നം വന്നാലും അതിനൊക്കെ നേരിടാനുള്ള തയ്യാറെടുപ്പുകളാണ് ഈ പുരാഘോഷ കമ്മിറ്റി നടത്തുന്നത്. പുരാഘോഷ കമ്മിറ്റിക്ക് എല്ലാവരോടും ഒരു പ്രത്യേക ശ്രദ്ധ അവിടുത്തെ ഒരു സാഹചര്യത്തിൽ പറയാനുള്ളത്, പുഴ ഇപ്പോൾ മഴയാണ്, പുഴയിൽ വെള്ളമൊക്കെ കൂടി വരികയാണ്. അപ്പോൾ പ്രത്യേകിച്ച് പൂരം കാണാൻ വരുന്നവരാരും തന്നെ പുഴയിലേക്ക് ഇറങ്ങാതിരിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന കൂടി പുരാഘോഷ കമ്മിറ്റിക്ക് ഈ സമയത്ത് വെക്കാനുണ്ട്. അതെല്ലാവരും ശ്രദ്ധിക്കുക. കാരണം നീന്തലൊന്നും അറിയാത്ത ആളുകൾ പുഴയിൽ ഇറങ്ങിയാൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും പൂരത്തിന് വരുന്ന ആരും തന്നെ നീന്തൽ അറിയുന്നവരോ അറിയാത്തവരോ ആയാലും പുഴയിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കണം എന്നുള്ള അഭ്യർത്ഥനയും കൂടി വെക്കും. തിങ്കളാഴ്ച കാളവേല ആഘോഷിക്കും. വൈകിട്ട് 5-ന് തട്ടകദേശങ്ങളിൽ നിന്ന് 45-ലേറെ ഇണക്കാളക്കോലങ്ങൾ വാദ്യഘോഷത്തിന്റെയും ചവിട്ടുകളിയുടെയും അകമ്പടിയിൽ തൂതക്കാവിലെത്തും. രാവിലെ പഞ്ചവാദ്യവും ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. CCN ചെർപ്പുളശ്ശേരി.